മെഡൽ പോലെ കഴിഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കൈപിടിച്ച് മുസ്ലിമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സന്ദർഭം അറിയുമോ? അന്ന് റസൂലുള്ളാഹി തങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് വിശുദ്ധമായ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് സ്വീകരിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം എത്രയെന്നറിയുമോ? ചരിത്രകാരന്മാർ പറയുകയാ, വെറും 35-36 വയസ്സ് മാത്രമാ പ്രായമുള്ളത്. തന്റെ സമ്പത്ത് മുഴുവനും ഇസ്ലാമിന് കൊടുത്തൊരു 35 വയസ്സുകാരൻ, തന്റെ ജീവിതം മുഴുവനും ഇസ്ലാമിന് കൊടുത്തൊരു 35 വയസ്സുകാരൻ, തന്റെ സ്വാധീനം മുഴുവനും ഇസ്ലാമിന് കൊടുത്തൊരു 35 വയസ്സുകാരൻ. കാലഘട്ടത്തിലെ ചെറുപ്പക്കാരാ, നിനക്ക് കാലഘട്ടത്തിലെ അബൂബക്കറാകാൻ പറ്റുമോ? 35-ാം വയസ്സിൽ കള്ളു കുടിച്ചിട്ട് തുണി പറിച്ചിട്ട് തെരുവിൽ കിടക്കാൻ വിധിക്കപ്പെടേണ്ടുന്നവനല്ല. 35-ാം വയസ്സിലും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് നീ തെരുവിൽ കഴിയാൻ വിധിക്കപ്പെടേണ്ടുന്നവനല്ല. 35-ാം വയസ്സിൽ ഇസ്ലാമിക വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ വിധിക്കപ്പെടേണ്ടവനല്ല. അല്ലാഹുവിന്റെ ഇസ്ലാമിന്റെ ദഅവത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് കഴിയണമടാ. അറിയുമോ, മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉമർ എന്ന് കേട്ടാ വല്ലാത്ത സന്തോഷമാ നമുക്ക്. ഇപ്പോഴും നമുക്ക് രോമാഞ്ചം വരികയാ. വിനീതന്റെ പ്രഭാഷണ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചരിത്രം പറഞ്ഞിട്ടുള്ളത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി കേട്ടാ. അതേ മക്കയിൽ അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ, റസൂലുള്ളാഹിന്റെ തലയിറക്കാൻ 100 ചുമന്ന ഒട്ടകങ്ങൾക്ക് പകരമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊട്ടേഷൻ സ്വീകരിച്ച മക്കയിലെ ഒരു നൊട്ടോറിയസ് ക്രിമിനലായിരുന്ന ഖത്താബിന്റെ മകൻ ഉമർ ഉണ്ടല്ലോ. ചരിത്രം വിശദീകരിക്കുന്നില്ല. റസൂലുള്ളാഹിനെ കൊല്ലാൻ നടന്ന ഉമർ റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കളും ഒളിവിൽ താമസിക്കുന്ന സഫാ പർവതത്തിന്റെ ചാരത്തുള്ള ദാറുൽ അർഖം എന്ന വീട്ടിലേക്ക് എത്തുകയാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈ പിടിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയാ. ആ ഇസ്ലാം സ്വീകരിച്ച ഉടനെ ആ ഉമർ ചോദിക്കുന്നു, നബിയേ, നമ്മൾ സത്യമാർഗത്തിലല്ലയോ നബിയേ, പിന്നെ നമ്മൾ ഒളിച്ചിരിക്കുന്നത് എന്തിനാ? ധൈര്യമായി പുറത്തിറങ്ങാം ഹബീബേ. അങ്ങനെ ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ പരേഡ് നടത്തപ്പെടുകയാ. ദാറുൽ അർഖമിന്റെ കതക് തുറക്കുന്നു, റസൂലുള്ള പുറത്തേക്ക് ഇറങ്ങുന്നു. വലതുവശത്തെ ഹംസ റളിയല്ലാഹു അൻഹു, ഇടതുവശത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരുടെയും പിന്നിൽ വിരലിലെണ്ണാവുന്ന സഹാബാക്കൾ നിരന്നു നിൽക്കുകയാ. മക്ക ഖുറൈശികൾ അത്ഭുതത്തോടു കൂടി നോക്കുകയാ. അബൂജഹലും അബൂലഹബും അബൂ സുഫിയാനും ഉത്ബത്തും ശൈബത്തും നോക്കി നിൽക്കുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് ഉമറിന്റെ നേതൃത്വത്തിൽ ചരിത്രത്തിൽ ആദ്യത്തെ പരേഡ് നടത്തുകയാ ഇസ്ലാമിന്റെ സന്നദ്ധ ഭടന്മാര്. ദാറുൽ അർഖമിൽ നിന്നും നടന്ന് കഅബാലയത്തിന്റെ അടുക്കലെത്തി എല്ലാവരും ഇബാദത്തിലേക്ക് കടന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ ഉടവാളുമൂരി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മക്ക ഖുറൈശികളുടെ സെൻട്രൽ ഹെഡ് ഓഫീസ് ആയിരുന്ന ദാറുൻ നദവയുടെ മുന്നിലേക്ക് വരികയാ. എന്നിട്ട് വെല്ലുവിളിക്കുന്നടാ അബൂജഹലേ, എടാ അബൂലഹബേ, എടാ അബൂ സുഫിയാനേ, എടാ ഉത്ബത്തേ, ശൈബത്തേ, ധൈര്യമുള്ളവൻ ഇറങ്ങി വാടാ, ധൈര്യമുള്ളവൻ ഇറങ്ങി വാടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നിങ്ങളുടെ മുന്നിൽ ഇതാ ആരാധന ചെയ്യുന്നടാ. ആർക്കാണടാ ഈ പ്രവാചകനെ ഒന്ന് തൊടാൻ ധൈര്യമുള്ളത്? ആ പ്രവാചകന്റെ അനുയായികളൊക്കെയും ഇവിടെയുണ്ടടാ. ആർക്കാണടാ ഒന്ന് തൊടാൻ ധൈര്യമുള്ളത്? ധൈര്യമുള്ളവൻ ഇറങ്ങി വരിനടാ. ആർക്കാണടാ ധൈര്യമുള്ളത്? സ്വന്തം ഉമ്മയ്ക്ക് തന്റെ മകൻ നഷ്ടപ്പെട്ട വേദന കൊടുക്കാൻ ധൈര്യമുള്ളവൻ ആരാണടാ? ആർക്കാണടാ ധൈര്യമുള്ളത്? സ്വന്തം ഭാര്യമാരെ വിധവകളാക്കാൻ ധൈര്യമുള്ളവൻ ആരാണടാ? ആർക്കാണടാ ധൈര്യമുള്ളത്? സ്വന്തം മക്കളെ അനാഥരാക്കാൻ ധൈര്യമുള്ളവൻ ആരാടാ? ചാകാൻ ധൈര്യമുള്ളവൻ ആരാണടാ? ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വരിനടാ. ധൈര്യമുള്ളവൻ ഈ മരഞ്ചെരുവിന്റെ പിന്നിലേക്ക് വരിനടാ. ഉമറുൽ ഫാറൂഖ് വെല്ലുവിളിക്കുകയാണടാ. ഇന്നും നമുക്ക് കേൾക്കുമ്പോ രോമാഞ്ചം ഉണ്ടാകുന്ന ഈ ചരിത്രമുണ്ടല്ലോ. എന്നെ കേൾക്കുന്ന എന്റെ ചെറുപ്പക്കാരാ,
ഇസ്ലാമിന്റെ ശത്രുക്കളെ വെല്ലുവിളിച്ച, ഇസ്ലാമിന്റെ സന്നദ്ധ ഭടനായി നെഞ്ചുവിരിച്ചു നിന്ന ഖത്താബിന്റെ മകൻ ഉമറുണ്ടല്ലോ, ആ ഉമറിന്റെ പ്രായം എത്രയാണെന്നറിയുമോ? വെറും 26 വയസ്സ് മാത്രമാ. 26ാമത്തെ വയസ്സില് ലോക ചരിത്രത്തില് ഏറ്റവും ധീരമായ നടപടികൾ തങ്കലിപികളായി എഴുതി ചേർത്ത സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു 26ാമത്തെ വയസ്സിൽ തന്റെ ധീരത ഇസ്ലാമിന് വേണ്ടി കൊടുത്ത, തന്റെ ഊർജത്തെ ഇസ്ലാമിന് വേണ്ടി കൊടുത്ത, തന്റെ കഴിവുകളെ ഇസ്ലാമിന് വേണ്ടി കൊടുത്ത, തന്റെ സ്വഭാവത്തെ ഇസ്ലാമിന് വേണ്ടി കൊടുത്ത ഉമറിനെ പോലെയാകാൻ കാലഘട്ടത്തിന്റെ ഉമറായി